ഇനി ജയിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. എന്താ വഴി? മെസ്സിയെ കൊണ്ടുവരണം. മെസ്സിനെ കൊണ്ടുവരണം. മെസ്സി കുറെ കാലം കളിച്ചിട്ടാണ് അർജന്റീനയ്ക്ക് കപ്പെടുത്തു കൊടുത്തത്. മെസ്സി കളിച്ച പിണറായി വിജയന് കപ്പിട്ട് നിങ്ങൾ ആരും കരുതണ്ട. മനസ്സിലായല്ലോ? മെസ്സി ഇപ്പോ എവിടെയാണ്? കൽക്കട്ടയിലും ഡൽഹിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ പോണ പോക്കിന് ഇങ്ങനെ കോഴിക്കോട് വഴിക്കൊന്ന് വന്ന് പോയാൽ മതി, അത്ര ചെയ്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, മെസ്സി വന്നോണ്ട്, ഞാൻ കോഴിക്കോടായതുകൊണ്ട് പറയാണ് അല്ലേ, നമ്മളൊക്കെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലേ. നമ്മളൊക്കെ ഒരു കാലത്ത് നമ്മളൊക്കെ സന്തോഷ് ട്രോഫി കണ്ടി. നിന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ സന്തോഷ് ട്രോഫി ഫൈനൽ കാണും. എന്താ കാരണം? സന്തോഷ് ട്രോഫി ജയിച്ചാൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, കേരളം ജയിച്ചാൽ സന്തോഷമാണ്. രണ്ട്, പിറ്റേ ദിവസം സ്കൂളിന് ഒഴിവാ സന്തോഷ് ട്രോഫി ജയിച്ചാൽ. അങ്ങനെ ഒരു ദിവസം 93 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ കാണാൻ ഞാൻ കൊച്ചി മഹാരാജാസ് ഗ്രൗണ്ടിൽ കേരളം കളിക്കുക. പഞ്ചാബായിരുന്നു തോന്നുന്നു എതിരാളികൾ. ഫൈനലിൽ കേരളം അത്യുജ്വലമായിട്ടുള്ള വിജയം നേടിയപ്പോ കപ്പ് കൊടുക്കാനെത്തിയത് അന്നത്തെ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ. അദ്ദേഹം വന്ന സമയത്ത് മുള കൊണ്ടുള്ള ഗാലറിയിൽ 10,000-കണക്കിന് മനുഷ്യർ തിങ്ങി നിറഞ്ഞ് കളി കാണുന്ന ദൃശ്യം അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തോട് ആരോ ചെവിയിൽ മന്ത്രിച്ചു, ലീഡറെ, കേരളത്തിൽ നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല. കണ്ണിറുക്കിക്കൊണ്ട് സുപ്രസിദ്ധമായ ശൈലിയിൽ ആ സ്റ്റേഡിയത്തിൽ വെച്ച് ലീഡർ കെ കരുണാകരൻ പ്രഖ്യാപിച്ചു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, അടുത്ത വർഷം കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം. കേരളത്തിലെ ഫുട്ബോൾ രംഗത്തോട് കേരളത്തിലെ ചെറുപ്പക്കാരുടെ, കോഴിക്കോട്ടുകാരുടെ നിങ്ങൾക്ക് വല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ആ കോർപ്പറേഷൻ സ്റ്റേഡിയം ഒന്ന് നന്നാക്കുകയാണ് വേണ്ടിയിരുന്നത്. മര്യാദയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന, ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടത്താൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം കോഴിക്കോട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മെസ്സിയെ കൊണ്ടുവന്നിട്ട് എന്താക്കാനാ? മെസ്സി വരട്ടെ, പോകട്ടെ, നല്ല കാര്യം, നമുക്കും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിലപ്പുറം കേരളത്തിലെ ഫുട്ബോളിന് എന്തെങ്കിലും സംഭാവന നൽകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ കേരളത്തിന്റെ ഫുട്ബോളിന്റെ തലസ്ഥാനമായ കോഴിക്കോട് ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു. കേരളത്തിൽ ഫുട്ബോളിനെ നിങ്ങൾ തകർത്ത് തരിപ്പണാക്കി. എനിക്ക് ഓർമ്മയുണ്ട്, ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയ ഇടപെടല്. അന്ന് സന്തോഷ് ട്രോഫി ജയിച്ച ടീമിൽ നിന്ന് VP സത്യനും IM വിജയനും പാപ്പച്ചനും ഒക്കെ ഈസ്റ്റ് ബംഗാളിലേക്കും മോഹൻ ബഗാനിലേക്കും മുഹമ്മദൻസിലേക്കും പോകാൻ വേണ്ടി നിന്നപ്പോ ലീഡർ നടത്തിയ ഇടപെടൽ, അത് ഇന്നും പാപ്പച്ചൻ പറയും. ആ ഇടപെടലാണ് പാപ്പച്ചനെ വീണ്ടും കേരള പോലീസിൽ പിടിച്ചു നിർത്തിയത്. അതുപോലെയൊക്കെ സ്പോർട്സിന് വേണ്ടി ഇടപെടൽ നടത്തണമെങ്കിൽ അത് UDF-ന്റെ മുഖ്യമന്ത്രിമാരായിരിക്കണം. CPM-ന്റെ മുഖ്യമന്ത്രിമാർക്ക് എന്ത് സ്പോർട്സ്? അവർക്ക് ആകെ അറിയുന്ന സ്പോർട്സ് തവളച്ചാട്ടാണ്. അതിലപ്പുറം എന്താ?